ഹലോ അസ്സലാമലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ കൈ പൊള്ളിയാലും തിന്നുന്നതിന് യാതൊരു കുറവും വരുത്തിയിട്ടില്ല. അപ്പോൾ നേരെ പോയത് എൻ്റെ സ്റ്റൗ പുതിയത് വാങ്ങിയിട്ട് അതിൽ വമ്പ കരി ഇങ്ങനെ പുക പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പോയി ഫാമിലി ഫുഡ് സെൻ്ററിൽ അത് ചേഞ്ച് ആക്കാൻ പോയി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ ടൈലർ ഷോപ്പിൽ പോയി എൻ്റെ ഡ്രസ്സ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും വാങ്ങി നേരെ ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ എന്താ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറിയിട്ടോ. അങ്ങനെ ഹോട്ടലിൽ കയറി ഇപ്പോൾ കുറേ സമയമായിട്ടോ. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് ബുക്ക് ചെയ്തു. വേറെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു, ഫ്രണ്ടാളുണ്ടായിരുന്നു. ഓല് നാന, ഒരാൾ കുത്തു പൊറോട്ട, അങ്ങനെയെല്ലാം ഇത് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ബോറടിക്കുക, കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അവിടെ അച്ചാറുണ്ടായിരുന്നു, അച്ചാർ എടുത്തിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കെട്ടിയതാണ് കേട്ടോ, മറ്റുള്ളവർ കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. അവരാവൂന്ന് പറഞ്ഞാലും പിന്നെ അത് പിന്നെ ഒരു ടെൻഷനാവും. അതുകൊണ്ട് കെട്ടിയിട്ടാണ് ഞാൻ പുറത്ത് പോയിട്ടുള്ളത്. അപ്പോൾ വേറെന്താ വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ല? അപ്പം എൻ്റെ വീഡിയോ കാണാതിരിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു പ്ലേറ്റ് കൊണ്ടുപോയി വെക്കാൻ നിൽക്കായിരുന്നു ഞാൻ, അച്ചാർ കോരി തിന്നാൻ. കുഴപ്പമില്ലാത്ത അച്ചാറായിരുന്നു, പക്ഷെ കുറച്ച് ഉപ്പുണ്ടായിരുന്നു കേട്ടോ. കുറേ സമയമായി ഇങ്ങനെ ഫുഡിന് വെയിറ്റ് ചെയ്യുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ, കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. അങ്ങനെ ഞാൻ അച്ചാർ ഇങ്ങനെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല എരിവും കുറച്ച് ഉപ്പ് കൂടുതലും ഉണ്ടായിരുന്നു. കടയിൽ നിന്ന് വാങ്ങിയ അച്ചാറാ തോന്നുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, വേദന ഉറക്ക അച്ചാറെന്ന് പറയും. അപ്പോൾ കയ്യിന് നന്നായിട്ട് വേദന ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച്, അപ്പോൾ ഇത് രാത്രി കുറേ സമയമായിരുന്നു കേട്ടോ പോകുമ്പോൾ. ഞങ്ങളൊരു 10, 10:45, 11 തന്നെയല്ല അതിന് എല്ലായിടത്തും പോയി. പിന്നെ ഞങ്ങൾ എന്താ പറയുക, സഫാരി പോയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ ലാസ്റ്റ് പോയത് കേട്ടോ. അപ്പോൾ എന്താണ് കടേൻ്റെ പേര്? ബാച്ചിക്ക എന്താണ് ഓർമ്മയില്ല കേട്ടോ. ആ കടയിൽ നിന്നാണ്, ബാച്ചിക്ക എന്നാണ് തോന്നുന്നത്, ആ കടയിൽ നിന്നാണ് കഴിച്ചത് കേട്ടോ. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ ഇടക്കും പോയിട്ടുണ്ടായിരുന്നു. മോശമില്ലാത്ത ഫുഡാണ് കേട്ടോ, നല്ല ഫുഡാണ്. പിന്നെ സർവീസ് ചെയ്യുന്ന ആൾക്കാർ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ വേറെ നമ്മളെ ഒരു ഫ്രണ്ടുണ്ട് റൂമിലും, അവളെ സംസാരമുണ്ടോ, അവൾ നാട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് റെക്കോർഡ് കൊടുക്കണം. ഒന്നും വിചാരിക്കണം, ആ കിച്ചണിൽ വന്നിട്ടാണ് സൗണ്ട് കൊടുക്കണം. എന്നിട്ടും അവളെ സൗണ്ട് എന്നെക്കാട്ടി വലിയ സൗണ്ടാണ് കേട്ടോ. ഇപ്പം എല്ലാ മുത്താളികളും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം. അതേ പുതിയ ആൾക്കാർ വരുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ അതെന്താ പറയണമെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ ആയിപ്പോയി. പിന്നെന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ, ആ രാത്രി ആയതുകൊണ്ട് സമയം നേരം വൈകിയോണ്ട് ആരും ഇല്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വീഡിയോ എല്ലാം എടുക്കാൻ നല്ല സ്വസ്ഥത ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ അച്ചാർ ഇങ്ങനെ, പിന്നെ അവർക്ക് തന്നെ മനസ്സിലായി ഇനി വേഗം സാധനങ്ങൾ എത്തിയില്ലെങ്കിൽ ഈ അച്ചാർ തീരുന്ന്. അതിൻ്റെ ഇടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈ ഇങ്ങനെ പൊള്ളി, കൈ വേദന ഉണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ ഓരോ ആംഗ്യം അടിക്കുകയാണ്. ഫ്രൈഡ് റൈസ് നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ നീള അരിയല്ല. കുറച്ചും കൂടി നീള അരി ആണെങ്കിൽ സൂപ്പർ ആയേനെ കേട്ടോ. അത് നമ്മളെ കണ്ണൂർക്കാരനാണ്, നല്ല സ്വഭാവമായിരുന്നു കേട്ടോ എനിക്ക്. ഇതാ നമ്മളെ സാധനങ്ങൾ എത്തി. ഇവളും നല്ല സ്വഭാവമുള്ളൊരു പെണ്ണാട്ടോ, പറയാൻ പറ്റും. അത് ചില ആൾക്കാർക്ക് ഭയങ്കര ഗമയായിരിക്കും, പക്ഷെ നല്ല സ്വഭാവമുള്ള ഒരു പെണ്ണായിരുന്നു, മോളായിരുന്നു. അപ്പോൾ കൊത്തു പൊറോട്ട ഒരാൾക്ക്, ഞാനൊരാൾക്ക്, ഫ്രൈഡ് റൈസ് എനിക്കാണ് കേട്ടോ. മിക്സാണ് വാങ്ങിയതിന്. നല്ല ഉണ്ട് കേട്ടോ, മോശമില്ലാത്തായിരുന്നു, പക്ഷെ ചെറിയ അരിയായിപ്പോയി. അപ്പോൾ ഇതാ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, വേദന സഹിച്ച് എല്ലാം മറന്നൊരു തീറ്റി എന്ന് പറഞ്ഞാൽ 1.5 തീറ്റ ആയിപ്പോയി കേട്ടോ. നന്നായിട്ട് കഴിച്ചതിന്
നന്നായിട്ട് കഴിച്ചീന്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫുഡെല്ലാം നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ ലാസ്റ്റത്തെ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്, എല്ലാം ക്ലോസ് ചെയ്ത് കേട്ടോ. നമ്മളോട് പറഞ്ഞ് നിങ്ങൾ സമയം എടുത്താലും കുഴപ്പമില്ല, സമാധാനത്തിൽ വീഡിയോ എല്ലാം എടുത്ത് ആക്കും പോലെ എണീറ്റാൽ മതി, ഒരു കുഴപ്പമില്ല. ഇവിടെ 1:30 വരെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതാ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചു വേഗം പോയി ഉറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ അടുപ്പെല്ലാം കൊടുന്നു, ഫിറ്റ് ചെയ്തിട്ടെല്ലാണ് കിടന്നത് കേട്ടോ. അപ്പോൾ അവരോട് ഞാൻ പറയുന്നത് കുറച്ച് ഉപ്പായിരുന്നു. ഉപ്പ് എന്ന് പറയാനില്ല കേട്ടോ, മിക്സ് ശരിയല്ലാത്തതുകൊണ്ട് മിക്സ് ആക്കിയത് ശരിയല്ലാത്തതുകൊണ്ട് അവിടെ ഇവിടെ മാത്രം ഉപ്പുള്ളൂ കേട്ടോ. അതൊന്നും ഞാൻ നന്നായിട്ട് കുഴച്ചപ്പോൾ അത് ഓക്കെ ആയി. അപ്പോൾ കുറ്റം പറയാൻ മാത്രമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സായിനെ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് അടിക്കുക. അതേപോലെ ലൈവിൽ വരുമ്പോൾ എല്ലാവരും ഒന്ന് ലൈവിൽ വന്ന് എൻ്റെ കൂടെ ഇരിക്കുക കുറച്ച് സമയം. 1 മണിക്കൂറല്ലേ ലൈവ് ഇടുന്നുള്ളൂ. അപ്പോൾ ഇരിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് സോയാ സോസും തക്കാളി സോസും എനിക്കിഷ്ടമല്ല, കുറച്ച് നമ്മൾ ആ മുളക് വെള്ളമില്ല സുർക്കയിലിട്ട് അതെല്ലാം എടുത്ത് കുറച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ഫുഡും പുറത്തുനിന്നായിരുന്നു. കൈയൊന്ന് നന്നായിട്ട് പൊള്ളി, അപ്പോൾ നന്നായിട്ട് വേദനയുണ്ട്. തക്കാളി സോസ് എനിക്കിഷ്ടമല്ല കേട്ടോ, മയോണീസ് എനിക്കിഷ്ടമല്ല. ഇത് സൂപ്പറാണ് കേട്ടോ, ഇത് നല്ല രസമാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഇടയ്ക്കൊരു പുളിയും നല്ല എരിവെല്ലാം ആയിട്ട് കഴിക്കാൻ. അപ്പോൾ ഇന്നലത്തെ ദിവസം അങ്ങനെയെല്ലാം പോയി. അപ്പോൾ ഇന്നത് ഇപ്പം വൈകുന്നേരം ഞാൻ റെക്കോർഡ് കൊടുക്കുന്നത് സെൻഡാക്കുന്നത്. എന്നാലും നിങ്ങൾ എന്നെ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം. നമ്മളിങ്ങനെ വിചാരിക്കും, എൻ്റെ ആങ്ങളെല്ലാം കുറേ ഹോട്ടലുണ്ടായിരുന്നു കേട്ടോ ദുബായിൽ. അപ്പോൾ എനിക്ക് ഇവരെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഇവിടെ ജോലി ചെയ്യുന്നവർ നമ്മളും കഷ്ടപ്പെടുന്നുണ്ട്, എന്നാലും നമ്മൾ ചെറിയ കുട്ടികളെ കാണുമ്പോൾ ചെക്കന്മാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. നന്നായിട്ട് കഴിച്ചിരുന്നു കേട്ടോ. നന്നായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ബട്ടർ നാൻ കഴിച്ചു, പിന്നെയും ബട്ടർ നാൻ ഞാൻ ഓർഡർ ചെയ്ത് വീണ്ടും കഴിച്ചു. ഭയങ്കര വിശപ്പായിരുന്നു ഇന്നലെ. എല്ലാം മറന്ന് എന്താ പറയുക, ഫുഡ് കഴിക്കുക എന്നെല്ലാം പറയില്ല, ആ ഒരു ഫുഡ് കഴിക്കലായിരുന്നു ഇന്നലെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയെല്ലാണ് കാര്യങ്ങൾ. അപ്പോൾ പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ? ഞാൻ എല്ലാവരും ചോദിക്കും കയ്യിന് എന്ത് പറ്റിയെന്ന്. പൊള്ളിയതാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരാഴ്ചൻ്റെ മേലായി, അങ്ങനെ ഉണങ്ങി വരുന്നുണ്ട്. ഒരു സ്ഥലം പഴുക്കുന്നുമുണ്ട്. എല്ലാവരും ദുആ ചെയ്യ്, പഴുക്കാതെ ഒന്നിരിക്കാൻ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാണ് വിശേഷം. അപ്പോൾ എൻ്റെ പഴയ ആൾക്കാരെല്ലാം എന്നെ മറന്നിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ്, എൻ്റെ വീഡിയോ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടി ചെക്ക് ചെയ്യുക. ഷായി ബ്ലോഗാണ്. എന്നിട്ട് എൻ്റെ ലൈവെല്ലാം ഇടുമ്പോൾ വരിക, എൻ്റെ വീഡിയോയിലെല്ലാം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെല്ലാണ് എന്നോട് എപ്പോഴും പറയും, എന്തിനാ ഷായി അപ്പോൾ എന്ന് പറയുന്നത്. അതങ്ങനെ ശീലമായിപ്പോയി. അപ്പോൾ ഞാൻ എരിവില്ലാത്തതുകൊണ്ട് ഒരു പച്ചമുളകും വാങ്ങിട്ടോ. നമ്മൾ മലയാളിയാൾക്ക് എരിവാണല്ലോ, അതും കൂട്ടി കഴിച്ചപ്പോൾ സൂപ്പറായിരുന്നു. കരയുവാൻ ഞങ്ങളെ കണ്ണുനീരില്ല. വീണ്ടും ചോറിട്ടു, വീണ്ടും തിന്ന്. തന്നെയാണ് പരിപാടി. നന്നായിട്ട് കഴിച്ചു. ഞാൻ ഇങ്ങനെ കഴിക്കാറില്ല കേട്ടോ. നന്നായിട്ട് ഞാൻ ഇന്നലെ ഫുഡ് കഴിച്ചിന്. ഓവർ ഫുഡായിപ്പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഒരു കട്ടനും കൂടി പറഞ്ഞപ്പോൾ സൂപ്പറായിരുന്നു. നല്ല ഇളം മധുരം ഇട്ടിട്ടൊരു ചൂടുള്ള കട്ടന്. ആ മുളകും കൂട്ടി ഫ്രൈഡ് റൈസ് കഴിക്കാൻ എൻ്റെ പൊന്നെ എന്ത് ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ അങ്ങനെ കഴിക്കാത്തവർ ഒരു പച്ചമുളക് വാങ്ങിയിട്ട്
ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ ഫ്രൈഡ് റൈസ്. പിന്നെന്താ പറയാൻ വന്നത്, എല്ലാവരും ചോദിച്ചു എവിടെയാണ് ഷായി, എന്താണ് കുറച്ച് ആയിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ വീഡിയോയിലൊന്നും വരുത്തില്ലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെന്താ പറഞ്ഞേ, അപ്പോൾ അതുകൊണ്ടാണ് വരാത്തത്. അതിൻ്റെ കൂടെ ബട്ടർ നാനും കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചോറ് തിന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തിന്ന് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഓർഡർ ചെയ്തു കേട്ടോ. ഇപ്പോൾ ഇതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്ത് പറ്റി ചോദിക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് കുറച്ച് എന്താ പറയുക, ടെൻഷനും കാര്യമായിട്ട് ഇങ്ങനെ പോവുമായിരുന്നു ദിവസങ്ങളും മാസങ്ങളായിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അതെല്ലാം മാറ്റി വെച്ചിട്ട് വീഡിയോയിലെല്ലാം എടുത്ത് സൂപ്പറായിട്ട് വരണമെന്നുണ്ട് നിങ്ങളെ മുന്നിൽ. അപ്പോൾ നിങ്ങളെ ദുആയും വേണം, പ്രാർത്ഥനയും വേണം. എന്നെ ഇഷ്ടപ്പെടുന്ന പോലെ എൻ്റെ കൂടെ നിൽക്കണം, എന്നാലേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ മറക്കാതിരിക്കുക, എനിക്ക് അത്രേ പറയുള്ളൂ. ഞാൻ 2 മാസം വരാതായിട്ടും ഞാൻ ലൈവ് ഇട്ടപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എന്നെ മറന്നിട്ടില്ല. ഞാൻ വീഡിയോ ഇടുമ്പോൾ ലൈവ് ഇടുമ്പോൾ എല്ലാം ആൾ വരുന്നുണ്ട്. പിന്നെ എൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നു. എൻ്റെ മുഖം ഒന്ന് വാടിയാൽ എന്താ ഷായി പിന്നെ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന പോലെ മാത്രമേ നമ്മളെ മുഖമാറ്റം മനസ്സിലാക്കാൻ കഴിയുള്ളൂ, നമ്മളെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതെല്ലാം എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് ഇടയ്ക്ക് എനിക്ക് കരച്ചിലും വരും. പിന്നെന്താ പറയുക, നിങ്ങളുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ എന്തായാലും ഉണ്ടാവും. നിങ്ങളെൻ്റെ കൂടെ വേണം. പിന്നെ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ലല്ലേ. അപ്പം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയിലൊന്നും വരാനുള്ള മനസ്സൊന്നും ഇല്ലാത്തത്. ഇപ്പോൾ ഈ ബട്ടർ നാനൊക്കെ ഞാൻ കറി വേണ്ട ഒന്നും എടുത്തിട്ടില്ല, അത് വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും ഞാൻ ഒരു കട്ടനെല്ലാം കുടിച്ചിട്ട് വീണ്ടും ഒരു ബട്ടർ നാൻ ഓർഡർ ചെയ്തു. അതിൻ്റെ പകുതി തിന്നു, പകുതി ഞാൻ വീട്ടിലേക്ക് രാവിലെ തിന്ന പാർസലും ചെയ്തു. അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ എന്നെ മറക്കാതിരിക്കുക. അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ബൈ.